നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 നമ്മൾ പഠിക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇന്നത്തെ ക്ലാസ്സിൽ വിൽ സ്റ്റഡി പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ പ്രൊജക്ടൈൽ മോഷൻ ഓർ വാട്ട് ഈസ് എ പ്രൊജക്ടൈൽ? An object that is in flight after being thrown or projected is called a projectile. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോഡി ത്രോൺ ഇൻ ടു എയർ മൂവിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ ഇസ് കോൾഡ് എ പ്രൊജക്ടൈൽ. അതായത് എയറിലേക്ക് എറിഞ്ഞൊരു വസ്തു, ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്ന എയറിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ബോൾ, ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ജാവലിൻ, ഇതൊക്കെ പ്രൊജക്ടൈൽസിന് എക്സാമ്പിൾസ് ആണ്. ഈ രീതിയിൽ എറിഞ്ഞ ഒരു വസ്തുവിൻ്റെ മോഷനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് നോൺ ആസ് പ്രൊജക്ടൈൽ മോഷൻ. And we can see that a projectile undergoes a parabolic path or the trajectory of a projectile is parabolic in nature. ഒരു പ്രൊജക്ടൈൽ, ഇപ്പോൾ ജാവലിൻ ത്രോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ജാവലിൻ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് ആണ്. ഓക്കെ, പരാബോളയാണ് ആ പാത്തിൻ്റെ ഷേപ്പ്. സോ എ പ്രൊജക്ടൈൽ ഓൾവേസ് അണ്ടർഗോസ് പരാബോളിക് പാത്ത്. ഈ രീതിയിലുള്ള മോഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. ദർ ആർ 2 സെപ്പറേറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് മോഷൻ ഇൻ ദ കേസ് ഓഫ് എ പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് 2 തരത്തിലുള്ള മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള മോഷൻ നോക്കൂ. ദ കമ്പോണൻറ്റ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് ദ കമ്പോണൻറ്റ് അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ. വാട്ട് അബൌട്ട് ദി കമ്പോണൻറ്റ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ കമ്പോണൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദർ ഇസ് നോ ആക്സിലറേഷൻ ബിക്കോസ് ദർ ഇസ് നോ ഫോഴ്സ്. ഓക്കെ, നോ ആക്സിലറേഷൻ ഇസ് ആക്ടിങ് അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. കാരണം എന്താ? ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ദർ ഇസ് ഫോഴ്സ് ആക്ടിങ്. ഏത് ഫോഴ്സ് ആയിരിക്കും? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഇസ് ആൻ ആക്സിലറേഷൻ ആക്ടിങ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഈ 2 കമ്പോണൻസ് നമുക്ക് ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ നോക്കൂ. എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോ ആക്സിലറേഷൻ, ദാറ്റ് മീൻസ് ദ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് or the motion is uniform motion along horizontal direction. And along vertical direction there is a force acting on the body, there is an acceleration and acceleration remains constant. It is the acceleration due to gravity. So motion along vertical direction is uniformly accelerated motion. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. Along horizontal direction, the motion is uniform motion. Along vertical direction, the motion is uniformly accelerated motion. Now we'll consider a body projected into air with an initial velocity u and at an angle theta with respect to the horizontal direction. ഈ ഒരു ബോഡിയുടെ കേസിലുള്ള ഈ 2 സെപ്പറേറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് മോഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So we are considering a body projected into air, okay, with initial velocity u and angle of projection theta. Angle of projection means horizontal ആയിട്ട് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ലെറ്റ് ux be the horizontal component, uy be the vertical component of the initial velocity. u ആണ് ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ ഈ ആംഗിൾ ആണ്. അത് നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട്, മുമ്പ് നമ്മൾ പഠിച്ച പോലെ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ux ആണ് എക്സ് കമ്പോണൻറ്റ് ആൻഡ് uy y കമ്പോണൻറ്റ്. ദെൻ ux ഈക്വൽ ടു നമുക്ക് എഴുതാം u cos തീറ്റ അല്ല, ux ഈക്വൽ ടു u cos തീറ്റ. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ, സമീപവശം എപ്പോഴും കൊസൈൻ കമ്പോണന്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് അതെപ്പോഴും സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പോൾ ux ഈക്വൽ ടു u cos തീറ്റ എന്ന് എഴുതാം. Now what is the vertical component? Vertical component is uy and uy equal to u sin theta. Okay, uy u sin theta. That is the vertical component of initial velocity. ഇനി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, we are considering different points on the path of the projectile. Okay,
നമ്മളൊരു പരാബോള വരച്ചിട്ടുണ്ട്. ഇത് പരാബോളയാണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു പരാബോള ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. സി അറ്റ് ദിസ് പോയിന്റ് എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് UX, Y ആക്സിസിലുള്ള കമ്പോണന്റ് VY. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദർ ഇസ് നോ ഫോഴ്സ്, ദർ ഇസ് നോ ആക്സിലറേഷൻ, സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഏത് ഡയറക്ഷനിൽ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ദാറ്റ് മീൻസ് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് സെയിം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി UX ആണ്. ഈ വെലോസിറ്റിയിൽ ചേഞ്ച് വരണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫോഴ്സ്, അല്ലേ? ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വെലോസിറ്റിയിൽ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ UX ആണ് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇതേ വെലോസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യും ടിൽ ദ ബോഡി റീച്ചസ് ദി ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ ഫോളോ ചെയ്ത് ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി UX തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പോയിന്റ്സിലും UX, ഇവിടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് UX ആണ്, ഇവിടെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി UX ആണ്, ഇവിടെയും UX ആണ്. Okay, so horizontal velocity is same. Body has uniform motion along the horizontal direction. Now what about the vertical component of velocity? Initial velocity UY ആണ്. Vertical component UY ആണ്. ഇത് initial velocity ആണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് velocity എന്ത് സംഭവിക്കുന്നു? Velocity changes because gravitational force is acting. Gravitational force ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? In the downward direction. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, ബോഡി മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ബോഡിക്ക് ഉണ്ടാവുന്ന റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, ബോഡി ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ്, റൈറ്റ്? സോ വെലോസിറ്റി ഡിക്രീസസ്. ഈ പോയിന്റിൽ ലെറ്റ് VY ബി ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രമാണ് ചേഞ്ച് വരിക, കാരണം ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് VY, the vertical component of velocity. Again velocity decrease ചെയ്യുന്നു. At the maximum height the vertical component of velocity becomes 0. അതുകൊണ്ടാണ് ഇവിടെ vertical component വരയ്ക്കാത്തത്. ഓക്കെ, vertical velocity 0 ആണ്. പക്ഷേ horizontal velocity same UX. ഓക്കെ, ആൻഡ് ദെൻ മാക്സിമം ഹൈറ്റിൽ എത്തിയതിനു ശേഷം ബോഡി താഴേക്ക് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? താഴേക്ക് വരുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ബോഡിക്ക് ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ആസ് ദ ബോഡി മൂവ്സ് ഡൗൺ ബോഡി ഗെറ്റ്സ് ആക്സിലറേറ്റഡ്, മീൻസ് വെലോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ വെലോസിറ്റി 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് VY ബി ദ വെലോസിറ്റി ഹിയർ. ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. Okay, അപ്പോൾ horizontal component of velocity remains same, there is no change. Vertical velocity first decreases, becomes 0 at the maximum height, then increases as the body moves down. അപ്പോൾ ഈ ഒരു ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് എ ബോഡി അണ്ടർഗോയിങ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടി, UX ഈക്വൽ ടു U cos theta, ഇനീഷ്യൽ വെലോസിറ്റി. Then vertical component of initial velocity UY equal to U sin theta. What about acceleration? Acceleration നോക്കുക, x component of acceleration is AX equal to 0. നേരത്തെ നമ്മൾ കണ്ടതാണ്. along horizontal direction there is no force, there is no acceleration. Y component of acceleration is minus G. Minus എന്തുകൊണ്ടാണ്? acceleration, it is downward, forces acting in the downward direction. This is acceleration due to gravity, minus G. Okay, അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, write the acceleration along horizontal and vertical direction. Write the velocity, the components of velocity along horizontal and vertical direction. ഇങ്ങനെ പല രീതിയിലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഇതിൽ ഒഴിവാക്കാതെ വളരെ കൃത്യമായിട്ട് പഠിക്കുക. പ്രൊജക്ടൈൽ മോഷന്റെ ചെറിയ പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും കൃത്യമായി ക്ലാസ് കണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കിട്ടി. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 0 ആണ്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ -G.
Now we'll find out the equation of path of a projectile. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബോഡി പ്രൊജക്റ്റഡ് ഇൻ ടു എയർ ഇറ്റ് അണ്ടർഗോസ് പരാബോളിക് പാത്ത്, ഇറ്റ് മൂവ്സ് ഇൻ എ പരാബോളിക് പാത്ത്. അത് പ്രൂവ് ചെയ്യണം. ഇനി ബോഡി പരാബോളിക് പാത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നത് പ്രൂവ് ചെയ്യാനാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. സോ വിൽ കൺസിഡർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. What is the displacement of the body in horizontal direction? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫോർമുല ഓർമ്മിക്കുക. x, okay, displacement in horizontal direction, x equal to uxt plus half ax t square. x component, y component sx എന്ന് എഴുതാം അല്ലെങ്കിൽ x എന്ന് എഴുതാം. ഓക്കെ, uxt plus half ax t square. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ux നമുക്കറിയാം u cos theta. So x equal to u cos theta into t plus half ax t square. ax 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ടേം 0 ആയല്ലോ. then you get x equal to u cos theta into t or t equal to x by u cos theta. Okay, t equal to x by u cos theta. Let it be equation number 1. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. ടി ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ, ഇക്വേഷൻ നമ്പർ 1. Now we are going to consider the vertical direction, displacement in vertical direction. Let it be y. Vertical directional displacement y ആണെന്ന് വിചാരിക്കുക. ഇക്വേഷൻ എങ്ങനെ എഴുതാം? യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ഓക്കെ, അതായത് യു വൈ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, then ay ആ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ, then time. So uy t plus half ay t square. നമ്മൾ ടിക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ കിട്ടുന്നത് നോക്കൂ. y ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു യു സൈൻ തീറ്റ എന്താ യു വൈ, യു വൈക്കാണ് യു സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം എക്സ് ബൈ യു കോസ് തീറ്റ. സോ എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി. മൈനസ് എന്തുകൊണ്ടാണ്? എ വൈ ഈക്വൽ ടു മൈനസ് ജി ആണ്. ഓക്കെ, എ വൈ ഈക്വൽ ടു മൈനസ് ജി. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, ടി x by u cos theta. So x by u cos theta the whole square. Okay. Now this equation can be written as, നോക്കൂ, u cancels അല്ലേ, മുകളിലും താഴെയും ഫസ്റ്റ് ടേമിൽ u ക്യാൻസൽ ചെയ്യും. ദെൻ ഈ ഇക്വേഷൻ എന്ത് കിട്ടും നമുക്ക്? x ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ u cos theta the whole square. So the equation is y equal to x tan theta minus g by 2 u cos theta the whole square into x square. Now see, this is a quadratic equation. It is of the form y equal to ax plus bx square. അല്ലേ, എക്സ് ടേം ഉണ്ട്, എക്സ് സ്ക്വയർ ടേം ഉണ്ട്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പരാബോള. ഓക്കെ, സോ ഇറ്റ്സ് എ പരാബോള. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അലോങ് വൈ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. ഇഫ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u at an angle theta with respect to the horizontal, the displacement in the vertical direction is given by this equation. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ ഇക്വേഷൻ ഫോർ എ പരാബോള. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പരാബോളിക് ഇൻ നേച്ചർ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്